സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട AP ഉസ്താദും EK ഉസ്താദും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദും താജുൽ ഉലമയും എല്ലാം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ദൂമി ത്വരീഖത്തും മഖ്ദൂമിയ രീതിയുമാണ്. അലി ഹസൻ മഖ്ദൂം തങ്ങളാണ് ഇവിടുത്തെ ഒരു ഉസ്താദ്. അലി ഹസൻ മഖ്ദൂം തങ്ങൾ അതാ മഹ്ശറിൽ നിൽക്കുന്നു. അവർ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാരാ? ഖാജ അഹമ്മദ് മഖ്ദൂം തങ്ങൾ, നൂറുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങൾ, അബ്ദുറഹ്മാൻ മഖ്ദൂം തങ്ങൾ, ഉസ്മാൻ മഖ്ദൂം തങ്ങൾ, അബ്ദുറഹ്മാൻ മഅബരി തങ്ങൾ, മഖ്ദൂം രണ്ടാമൻ, വലിയ സൈനുദ്ദീൻ മഖ്ദൂം, ഇമാം ഇബ്നു ഹജർ തങ്ങൾ, ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം വലിയുൽ ഇറാഖി റളിയല്ലാഹു അൻഹു, ഹാഫിദുൽ ഇറാഖി റളിയല്ലാഹു അൻഹു, ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ലത്താർ റളിയല്ലാഹു അൻഹു, ഇമാം നൗബി റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് മർവസി റളിയല്ലാഹു അൻഹു, ഇമാം ഖസ്വീനി റളിയല്ലാഹു അൻഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം അൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു, ഇമാം അൽ ജുവൈനി റളിയല്ലാഹു അൻഹു, ഇമാം ഖഫാൽ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ സൈദ് മർവസി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു സുറൈജ് റളിയല്ലാഹു അൻഹു, ഇമാം അൻമാത്തി റളിയല്ലാഹു അൻഹു, ഇമാം മുസിനി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം സിഞ്ചി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് തങ്ങൾ നേരിട്ട് ദീൻ പഠിച്ചത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയ മഹാന്മാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അവരെല്ലാവരും നിൽക്കുന്ന ലാസ്റ്റ് 50ാമത്തെ ആളായിട്ട് ഞാനുണ്ടാവും. അവിടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ മുമ്പിൽ 41 ആളുകൾ നിൽക്കുന്നുണ്ട്. താജുൽ ഉലമ അവരെ ഉസ്താദ്, നൂറുൽ ഉലമ അവരെ ഉസ്താദ്, സുൽത്താനുൽ ഉലമ അവരെ ഉസ്താദ്, അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരൊക്കെ നിൽക്കുന്ന ആ ക്യൂവിൽ ഇവരൊക്കെ എവിടേക്കാ പോണത്? അതെന്നെ നമുക്ക് പോകണം. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം മാണി ഉസ്താദ് 2 വാക്കിൽ പറഞ്ഞു. ബിദ്അ പ്രസ്ഥാനക്കാർ ഏറെ പേരിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങൾക്കറിയോ അത് പറഞ്ഞാൽ? ചായ ഉണ്ടല്ലോ, ചായ ഇങ്ങനെ ആറ്റിയാൽ അതിലിങ്ങനെ കുമിളകൾ പൊളിഞ്ഞു കാണും. അത് എത്ര സമയം ഉണ്ടാവും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദീന്, ആ ദീനിന് എതിരിൽ ആരൊക്കെ വന്നു? ഖവാരിജിയാക്കൾ വന്നു, റാഫിദിയാക്കൾ വന്നു, ഖദരിയാക്കൾ വന്നു, ലാദിരിയാക്കൾ വന്നു. അങ്ങനെ ഏതെല്ലാം കൂട്ടത്തിലുള്ള ആളുകളാ വന്നത്? സുബ്ഹാന ജല്ല ജലാലുഹു. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെതിരിൽ ജമാഅത്തെ ഇസ്ലാമി വന്നു, അല്ലെ? മൗദൂദി വന്നു. പിന്നെ ആര് വന്ന്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെതിരിൽ ഏതൊക്കെ പ്രസ്ഥാനക്കാർ വന്നു? വഹാബിസം വന്നു. ഇപ്പൊ എല്ലാം കൂടിയിട്ട് സലഫിസം വന്നു. കറാമത്തുൽ ഔലിയാഇ ലാ തൻഖതിഉ എന്നാണ്. ഔലിയാക്കളെ കറാമത്ത് ഒരിക്കലും ഇല്ലാതാകൂല. അപ്പോ നാദാപുരത്ത് വാദപ്രതിവാദം നടക്കുക. അപ്പോ കറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതിഉ എന്നുള്ള ലാ ഒഴിവാക്കിയിട്ട് വഹാബി മൗലവി വായിച്ചത് കറാമാത്തുൽ ഔലിയാഇ തൻഖതിഉ എന്നാണ്. അപ്പൊ സുന്നി സ്റ്റേജിൽ നിന്ന് ഉസ്താദ് ചോദിച്ചു, അല്ല മൗലവി ലാ കട്ടതോ വിട്ടതോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടുത്തെ അമുസ്ലിം സഹോദരന്മാരുണ്ട്, ഓല് വിചാരിച്ചത് ലാമ്പ് കട്ടോന്നാ. ലാ കട്ട. അപ്പൊ ആ ബൈക്കൊക്കെ ഇവർക്ക് ലാമ്പ് കള്ളന്മാരെന്നൊരു പേരുണ്ട്. ലാമ്പ് കട്ടതോ വിട്ടതോ എന്നാ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതെല്ലാം രൂപത്തിൽ ബിദ്അ പ്രസ്ഥാനക്കാർ പല പേരുകളിലും, ഇപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് എന്നാ മുജാഹിദ്, മറ്റേ സ്ഥലത്ത് വഹാബി, മറ്റേ സ്ഥലത്ത് സലഫി, ഈ പേരിലൊക്കെ ഉള്ള ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലമത്രയായി? നമ്മുടെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് സാധു മഹല്ലത്തിൽ പോയി അവർ ആടുകളെ കൊടുത്ത്, പാവപ്പെട്ട ആൾക്ക് ആടിനെ കൊടുത്തിട്ട് സാധുക്കൾക്ക് ഒരു ആട് കൊടുക്കുമ്പോൾ അല്ലാ അങ്ങനെ അവരെ ഈമാൻ തട്ടിയെടുക്കാൻ നോക്കും. വേറെ ചില ആളുകൾ പോയിട്ട് കോയിനെ കൊടുത്തു. അപ്പൊ അവിടുന്ന് വയസ്സായ പെണ്ണുങ്ങളെ വിളിച്ചു ചോദിച്ചു, ഉസ്താദെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ആടും കോയിയെല്ലാം കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ വേണ്ടിയത്? എല്ലാം വാങ്ങിക്കോന്ന് പറഞ്ഞു. അതെല്ലാം അള്ളാഹിന്റെ സൃഷ്ടികളല്ലേ, കോയി ആടും എല്ലാം ഒക്കെ വാങ്ങിക്കോന്ന്. അപ്പം ജമാഅത്തെ ഇസ്ലാമി ആട് കൊടുത്തു, വഹാബികൾ അരി കൊടുത്തു. നമ്മൾ ആളുകളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് പിറ്റേന്നാണ് റബീഉൽ അവ്വൽ മാസം. അപ്പം നമ്മളെ ഈ മല്യം എന്ത് ചെയ്ത്, ഉമ്മാമ എന്ത് ചെയ്ത്, നല്ല ജമാഅത്തുകാർ കൊടുത്ത ആടിനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ
മുത്തുനബിയുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് ആടിനെ അറുത്ത് ആ ആടിനെ അറുത്തിട്ട് നല്ല ഇറച്ചി ഉണ്ടാക്കി വഹാബികൾ കൊടുത്ത അരിയുണ്ട് അതുകൊണ്ട് നല്ല ചോറും വെച്ച് നല്ല മൗലിതെല്ലാം കഴിച്ച് റാഹത്തായി ഉച്ചക്ക് മൗലിതെല്ലാം കഴിച്ച് സന്തോഷമായി നിൽക്കുമ്പോൾ വൈകുന്നേരം ഉണ്ട് ജമായത്തിന്റെ മൗലവി മുജാഹിദിന്റെ മൗലവി ഇങ്ങനെ പോകുന്നു. അപ്പൊ ഉമ്മാമ പറഞ്ഞ മക്കളെ അവിടെ നിൽക്കി ഒരു സംഗതി പറയാനുണ്ട്. എന്താ ഉമ്മാമെന്ന് ചോദിച്ചു. നിങ്ങൾ ആ ആടും അരിയെല്ലാം ഉണ്ടല്ലോ അതെല്ലാം അടുത്ത കൊല്ലവും തരണം. അത് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് മൗലൂദ് കഴിക്കാൻ പറ്റിയത്. അത് നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്നാ ഇക്കൊല്ലോട്ട് മൗലൂദ് ഉണ്ടാവൂലേ. യാ റബ്ബ്, സുന്നത്ത് ജമാഅത്തിന്റെ വയസ്സായ ഉമ്മാരുണ്ടല്ലോ അവര് മുജാഹിദീങ്ങളോട് ആട് വാങ്ങിയിട്ട് നേർച്ച കഴിക്കാൻ പഠിച്ച ആൾക്കാരാ. അതറിയ നിങ്ങൾക്ക്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോ എന്നിട്ട് ഉമ്മാമന്ത് ചെയ്ത് പഠിച്ചോനെ ഇവർക്കല്ല ഹിദായത്ത് കൊടുക്കണേ എന്നത് വേർന്ന്. അല്ലാഹു റബ്ബി, ഹിദായത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവരെ ശല്യം ഞമ്മക്ക് തരില്ലേ എന്നത് വേർന്ന്. അപ്പൊ കണ്ടങ്ങൾ മുജാഹിദ് മൂന്നായി പിളർന്ന്. ഒന്ന് ജിന്ന്, ഒന്ന് ശൈത്താന്, ഒന്ന് സാധാരണക്കാരൻ. അവര് കൊടുത്ത ആടിനെ നേർച്ചയാക്കിയിട്ട് മുത്തുനബിയുടെ മൗലിദ് കഴിച്ചിട്ട് ഉമ്മാമത് വേർന്ന പടച്ചോനെ ഇവർക്ക് ഹിദായത്ത് കൊടുക്കണം, ഇല്ലേ അവരെ ശല്യം ഞമ്മക്ക് തരില്ലേ. ഇപ്പൊ ഞമ്മക്ക് ശല്യല്ല, ഓരെന്നെ തമ്മാമില്ല. കാരണം മുജാഹിദ് വന്നിരിക്കുമ്പോ ഇവനിക്ക് തോന്നാണ് ഇത് ജയ്ത്താനാ വന്നത് ജിന്നാ വന്നത്. അപ്പോ ഈ ജിന്നായിട്ടും ഷെയ്ത്താനായിട്ടും ഒക്കെ ഞാൻ എൻ്റെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ ആളുകളോട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് മൊത്തത്തിൽ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്നത് സുന്നികളല്ല. അഹ്ലുസുന്നയിൽ വിശ്വാസമുള്ള സഹോദരങ്ങളെ, ശംസുല്ലുലമ പഠിപ്പിച്ച, താജുല്ലുലമ പഠിപ്പിച്ച, കമറുല്ലുലമ പഠിപ്പിച്ച, സുൽത്താനുല്ലുലമ പഠിപ്പിച്ച, കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിൽക്കാം. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഏതാണ്? കണ്ണിയത്തുസ്താദും ശംസുല്ലുലമയും താജുല്ലുലമയും നൂറുല്ലുലമയും കമറുല്ലുലമയും സുൽത്താനുല്ലുലമയും ഈ ഇരിക്കുന്ന ഉസ്താദുമാരെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പല പ്രസ്ഥാനക്കാരും വരും. ഇപ്പൊ ഈ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്ത് ഞങ്ങളെ ആ ഭാഗത്ത് ഒരു വിഭാഗക്കാർ വന്നു. അവരെ സ്ഥിതി എന്താണെന്ന് നിങ്ങള് ഒരു ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞ്, ഉസ്താദെ നോമ്പ് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്നതല്ലേ, അതുകൊണ്ട് നോമ്പ് എടുക്കുന്ന കാര്യത്തിൽ ഞാനും ഭയങ്കര സന്തോഷം. ഒരു നോമ്പ് ഞാൻ ഒഴിവാക്കാറില്ല. നോമ്പെടുക്കുന്ന വിഷയത്തിൽ ഞാനും വളരെ സന്തോഷം. ഒരു നോമ്പ് ഒഴിവാക്കാറില്ല. പിന്നെന്ത്, ഇങ്ങളും ഞാനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താ വ്യത്യാസം? ഞമ്മക്ക് ഇങ്ങളെപ്പോലെ പിടിവാശിയില്ല. പിടിവാശിയില്ല. അതെന്ത്? നോമ്പ് എടുക്കണം, ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കണം. അത് മഗ്‌രിബിന്റെ ബാങ്ക് തന്നെ. അങ്ങനെ വാശി പിടിക്കാൻ നിൽക്കണ്ട. ളുഹറിന്റെ ബാങ്കോ അല്ലെങ്കിൽ സുബഹിന്റെ ബാങ്കോ കൂട്ട ബാങ്കോ ഏത് ബാങ്കായാലും ബാങ്ക് കൊടുക്കുമ്പോൾ എന്താക്കണം? നോമ്പ് മുറിക്കണം. അത്രേ ഉള്ളൂ. നിങ്ങളെ മാതിരി മഗ്‌രിബിന്റെ ബാങ്ക് തന്നെ. അങ്ങനെ ഒരു വാശി നമ്മക്കില്ല. എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മള് വാശിന്റെ ആൾക്കാർ. എന്ത്? നമ്മൾ AP വിഭാഗം എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര വാശിക്കാരപ്പ. എന്ത്? ഏതെങ്കിലും ബാങ്ക് കൊടുത്താൽ പോരെ, മഗ്‌രിബ് തന്നെ ആകണം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ സഹോദരൻ, ഞങ്ങൾ വാശിന്റെ ആൾക്കാരല്ല, ഞങ്ങൾ പിടിവാശിയല്ല, പിന്നെയോ സത്യത്തിന്റെ ആളുകളാണ്. ഇവിടെ കുറച്ച് ആളുകളെല്ലാം കൂടി ഇറങ്ങിയിട്ട് ഞമ്മക്ക് ഇനി ഒരു എന്താ പറയാ മസ്ലഹത്ത്. എന്താ മസ്ലഹത്ത്? മറ്റേ ആള് പറയുന്നത് ഏത്? ബാങ്ക് ളുഹറായാലും മതി, നമ്മൾ ഉറപ്പിക്കുന്ന മഗ്‌രിബ് തന്നെ വേണം. അപ്പൊ ഇവിടെ ഒരു 3-4 ആൾ ഇറങ്ങിയിട്ട് ഇതൊരു മസ്ലഹത്താക്കുക. എന്താ മസ്ലഹത്ത്? മറ്റോറെ ളുഹറിന്ന് കുറച്ചൊന്നിങ്ങോട്ട് മേലോട്ട് കൊണ്ടുവരിക. നമ്മളെ മഗ്‌രിബിന്ന് എങ്ങനെങ്കിലും സംസാരിച്ചിട്ട് ഒന്ന് താഴോട്ട് ഇറക്കുക. എന്നിട്ട് ഏത് തീരുമാനാക്കുക? നിങ്ങൾക്ക് വേഗം മനസ്സിലായില്ലേ? അതാ ഒരു മസ്ലഹത്ത്. എന്ത്? ഓരോ ളുഹറും വെക്കണ്ട, പിന്നെ ഇവരെ മഗ്‌രിബും വെക്കണ്ട, പിന്നെന്ത് ഒരു അസർ. അങ്ങനെ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഏതുപോലെ ചില ആളുകൾ ഭയങ്കര താടിയും തടിയൊക്കെ എല്ലാം വെച്ചിട്ട് നല്ല കണ്ടാൽ എന്താ ഉഷാറ്. അവർക്ക് ഭാഷയില്ല. സ്ത്രീകൾ ജുമാക്ക് പോകുന്ന പള്ളിയ, എന്നാ അവിടെ ജുമാക്ക് കൂടാ. മലയാളത്തിൽ കുത്തുപോകുന്ന പള്ളിയ, എന്നാ അവിടെ ജുമാക്ക് കൂടാ. തറാവീഹ് 8 എന്നാ 8, 2 എന്നാ 2, 20 എന്നാ 20.
ഞങ്ങളുടെ നാട്ടിലേക്ക് തബ്ലീഗ് ജമാഅത്ത് എന്നാ പറയാം. ഇവിടെ എന്താ പറയാ, ഇവിടെ പാർട്ടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഓർക്കെന്തില്ല, ഭാഷയില്ല. ളുഹറാണെങ്കിൽ ളുഹറിന്റെ ബാങ്ക്. ഇയാൾ നോമ്പ് തുറക്കുന്ന ആള് പറഞ്ഞില്ലേ, നോമ്പെടുക്കണം, അതിന് ഭാഷ വേണ്ടതില്ല. ഏത് ബാങ്ക് കൊടുത്താലും മതി, ളുഹറിന്റെ ബാങ്ക് കൊടുത്താലും മതി. എന്ന പോലെ ജുമുഅ നിസ്കരിക്കണം. അത് അറബിയിൽ ഖുത്ബ ഓതിയാലും വേണ്ടിയില്ല, പിന്നെ മലയാളത്തിൽ ഓതിയാലും തെറ്റില്ല, അത് കർണാടകത്തിൽ ഓതിയാലും വേണ്ടിയില്ല, പിന്നെ വേറെ ഏതാ ഭാഷ, നെക്കനിക്കൽ ഓതിയാലും വേണ്ടിയില്ല, പിന്നെ ഏതാ തുളുവിൽ ഓതിയാലും വേണ്ട, ഏതെങ്കിലും ഓത്താവട്ടെ. ജുമുഅ നിസ്കരിച്ചോ, നിസ്കരിച്ചില്ലേ. തറാവീഹ് നിസ്കരിക്കണം, 2 എന്നാ 2, 8 എന്നാ 8. സുബ്ഹാന ജല്ല ജലാലു. ഈ നിസ്കാരക്കാര് ചിന്തിക്കണം. ജമാഅത്തായിട്ട് ഇങ്ങനെ പോയി. ഈ ജമാഅത്ത് പോയപ്പോ ഈ വെള്ളിയാഴ്ച ജുമാക്ക് നോക്കുമ്പോ ആ പള്ളിയിൽ ആരാ, സ്ത്രീകൾ ജുമാക്ക്. അന്ന് ജുമാ സ്ത്രീകളെ കൂടെ. പിറ്റേത്തെ വെള്ളിയാഴ്ച ഇവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ആരാ, അവിടെ പിന്നെ അറബിയിൽ ഖുത്ബയില്ല, മറ്റു ഭാഷയിൽ, അന്ന് അവരെ കൂടെ. വേറെ വെള്ളിയാഴ്ച ഇപ്പുറത്ത് നോക്കുമ്പോ ആരാ, അവിടെ സ്ത്രീകൾ തീരെയില്ല, പുരുഷന്മാര് മാത്രം. ഈ 3 ജുമായിൽ കൂടിയപ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ സ്നേഹിതന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നത്, ആഖിറത്തിൽ കൂലി കിട്ടാൻ നിങ്ങൾ ഉറപ്പിക്കുന്നത് ഈ 3 ജുമായിൽ നിങ്ങൾ നിസ്കരിച്ച ഏത് ജുമായാണ്? 8 റക്അത്തുള്ള പള്ളിയിൽ പോയാൽ ഇവർ 8-ലാണ് കൂടും. 4 റക്അത്തുള്ള അടുത്ത് പോയാൽ 4-ൽ കൂടും. 20 ഉള്ള അടുത്ത് പോയാൽ 20-ൽ കൂടും. ഒന്നുമില്ലേ എന്നാ തർക്കിക്കാൻ നിൽക്കണ്ട, ഇന്നിങ്ങനെ നിൽക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങളൊന്ന് സ്വന്തം നെഞ്ചത്ത് വെച്ചിട്ട് കൈവച്ചിട്ട് ആലോചിക്ക്. നിങ്ങളുടെ ഏത് ജുമുഅയാണ്, ഏത് തറാവീഹാണ്, ഏത് ഖുത്ബയാണ് ആഖിറത്തിൽ നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത്? അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് തർക്കമില്ലാത്ത ദീനാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ തർക്കമില്ല. ഞാൻ പറയാം. 1, ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുത്ബ ഓതിയത് ഭാഷയിലാ? അറബി ഭാഷയിലാ. അറബി ഭാഷയിൽ ഖുത്ബ ഓതിയാൽ ജുമുഅ സ്വഹീഹാകും ആകൂല. അങ്ങനെ ഒരു തർക്കം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു തർക്കം ലോകത്ത് എവിടെയും. ആ തർക്കമില്ലാത്ത ദീനിലാണ് നമ്മൾ നിൽക്കുന്നത്. അറബി ഭാഷയിൽ നിന്ന് മാറി മറ്റൊരു ഭാഷയിലേക്ക് പറ്റുമ്പോൾ അത് ഇംഗ്ലീഷ് ആവട്ടെ, ഉറുദു ആവട്ടെ, അതല്ലെങ്കിൽ ഹിന്ദി ആവട്ടെ, കന്നഡയാവട്ടെ, തുളു ആവട്ടെ, ഏതാവട്ടെ, അറബി അല്ലാത്ത ഭാഷയിലേക്ക് പറ്റുമോ പറ്റില്ലേ, അത് തർക്കമാണ്. തർക്കം സുന്നത്തി ജമാഅത്തിലില്ല. നമ്മൾ തർക്കമില്ലാത്ത ദീനില്ല. പുരുഷന്മാർ മാത്രം ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സ്വഹീഹാകും ആകൂല. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. തർക്കമേ ഇല്ല. അറബിയിൽ ഖുത്ബ ഓതിയാൽ ജുമുഅ സ്വഹീഹാകും, പുരുഷന്മാർ മാത്രം നിസ്കരിച്ചാൽ സ്വഹീഹാകും ആകൂല. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ആ തർക്കമില്ലാത്ത ദീനില്ല. തർക്കം ഏതാ? സ്ത്രീകളെ കൊണ്ടുവരണോ വരണ്ടേ? അപ്പൊ ഇതിന്റെ തുടക്കം തന്നെ തർക്കങ്ങളാ. ആ തർക്കങ്ങളും കോലാഹലങ്ങളും അത് പള്ളികളിൽ കുഴപ്പമായി, വീടുകളിൽ കുഴപ്പമായി, നിക്കാഹിന് കുഴപ്പമായി, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, താജുലുലമയുടെ കൂടെ, കമറുലുലമയുടെ കൂടെ, നൂറുലുലമയുടെ കൂടെ, മഹാന്മാരായ ആലിമീങ്ങളുടെ കൂടെ നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന അവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുക എനിക്കാണ്. ആ സ്വർഗ്ഗവാതിൽ തുറക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ സ്വർഗ്ഗവാതിലേക്ക് വേഗത്തിൽ എത്തുന്ന ആളുകളാരാ? മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുത്തിരിക്കുന്ന ആളുകളില്ലേ, യതീം മക്കളെ സംരക്ഷിച്ചവരില്ലേ, പാവപ്പെട്ടവരെ സഹായിച്ചവരില്ലേ? ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മാണി ഉസ്താദ് കണ്ട നിങ്ങൾ 25 വർഷമായി അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, ഈ രാജ്യത്തൊക്കെ, കേരളത്തിൽ പല ആളുകളെയും ഉമറാക്കളെയും മറ്റുള്ളവരെയും ഒക്കെ കണ്ട്, ഉലമാക്കളെ കണ്ട്, സാദാത്യങ്ങളെ കണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദാറുൽ ഇർഷാദ് മാണി, അത് അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്തല്ല, അത് അദ്ദേഹത്തിന്റെ കൂട്ടുസ്വത്തല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ഭൂമിയുണ്ടായി, കെട്ടിടങ്ങളുണ്ടായി. ഇപ്പൊ നിങ്ങളോടെല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് 1000 രൂപയാണ്. 1000 രൂപ നിങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ്? 5000 ആളുകൾ 1000 രൂപ വീതം ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന സ്ഥാപനത്തിന് നൽകിയാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1000 രൂപ പ്രകാരം 5000 ആളുകൾ കൊടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ അടിത്തറയായ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന 30 ജുസും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളീങ്ങളെ നമ്മുടെ കർണാടകത്തിൽ ഉണ്ടാക്കിയിട്ട് ആ ഹാഫിളീങ്ങളെ നമ്മുടെ പള്ളികളിലേക്കെല്ലാം
ഹാഫിളീങ്ങളെ വിതരണം ചെയ്യാൻ ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ആരംഭിക്കുന്നു. ആ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കുട്ടികൾ ഒരു ബിസ്മി ഓതിയാൽ നമ്മുടെ ഖബറിലേക്ക് അത് മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളോട്, സ്നേഹിതന്മാരോട് എല്ലാം ഉണർത്തുന്നത്, നമുക്ക് മാണി ഉസ്താദിന്റെ കൂടെ നിന്നുകൊണ്ട് ആ സ്ഥാപനത്തെ ഒരു കൈ ഒന്ന് ഉയർത്താം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ആയിരം അത് ലക്ഷങ്ങളായി വരുമ്പോൾ ഇൻഷാ അല്ലാഹ് 25ാം വാർഷികത്തിന്റെ ഒരു നിധിയായി, 25ന്റെ ഒരു സമ്മാനമായി നമുക്ക് ഹിഫ്ദുൽ ഖുർആൻ കെട്ടിടം പണിയാം. നിങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന കവർ നിങ്ങൾ സ്വീകരിച്ച് അത് 1, 2, 3 തീയതികളിൽ നിങ്ങൾ എല്ലാവരും ആ സമ്മേളനത്തിന്റെ 3 ദിവസങ്ങളിലും സമാപന ദിവസത്തിൽ വിശേഷിച്ചും നിങ്ങളൊക്കെ ഉണ്ടാകണമെന്നും ഈ പരിസരങ്ങളിലെല്ലാം എല്ലാ പ്രദേശങ്ങളിലും നിങ്ങൾ അതിന്റെ പ്രചാരണങ്ങൾ നടത്തണം. ഇനി ഞാൻ എന്റെ കുട്ടികളോട്, ചെറുപ്പക്കാരോട്, നിങ്ങളോട് ആര് സംസാരിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞേക്കണം, അല്ലാ വലിയ തിരക്കാണേ, അടുത്ത മാസം മാണി ഉസ്താദിന്റെ നമ്മളെ സ്ഥാപനത്തിന്റെ തിരക്ക്, കോളേജല്ലേ, നിങ്ങൾ എവിടെ പോയിരുന്നപ്പാ? എവിടെ പോയിരുന്നു? നമ്മളെ മാണി ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ സമ്മേളനം നടക്കുന്നതല്ലേ, എന്തെല്ലാം പ്രവർത്തനമുണ്ട്. നമ്മളെ കല്യാണ പന്തലിലും, നമ്മളെ മരിച്ച വീട്ടിലും, നമ്മളെ ബസ് സ്റ്റാൻഡിലും, നമ്മൾ കണ്ടുമുത്തേടത്തും എല്ലാം ചെവിയിൽ നിന്ന് ചെവിയിലേക്കുള്ള വാർത്ത അത് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ രൂപത്തിൽ അതിന്റെ പ്രചാരകരാകണം. ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള ആളുകൾ ഇപ്പൊ ഈ റോട്ടിലൂടെ എങ്ങനെ പോകും? റോട്ടിലൂടെ പോകുമ്പോൾ നല്ല കമാനങ്ങൾ, ദാറുൽ ഇർഷാദ് മാണി 25ാം വാർഷിക സമ്മേളനം, നല്ല കമാനങ്ങൾ ഉയർത്തണം, നല്ല വെൽക്കം ബോർഡുകൾ സ്ഥാപിക്കണം. ഇതൊക്കെ സമ്മേളനം അടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് SSFന്റെ പ്രവർത്തകരോട്, KCFന്റെ പ്രവർത്തകരോട്, ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരോട്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, നിങ്ങളെല്ലാം വിജയിപ്പിക്കുന്നവരാണ്, നിങ്ങളോടും ഉണർത്തി ഇൻഷാ അല്ലാഹ് MA ഉസ്താദിന്റെ പേരിൽ ഒരു 10 ദിക്ർ, താജുൽ ഉലമയുടെ പേരിൽ ഒരു 10 ദിക്ർ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാര് ഞാൻ പറഞ്ഞതിൽ പെടൂല. ലേശങ്ങോട്ട് മുന്നോട്ട് വന്നതിലും നമ്മുടെ പ്രസ്ഥാനത്തിലും എല്ലാം പ്രവർത്തിച്ചെന്ന ചെറുപ്പക്കാരൻ, ഒരു SSFകാരൻ അർഫാൻ എന്ന കുട്ടി ഇന്നലെ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാ.